മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബിയുടെ സിഇഒയുമായ KM എബ്രഹാമിനെതിരെയുള്ള ആരോപണം അദ്ദേഹം ഇന്നലെ തനിക്കെതിരെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിരിക്കുകയാണ്. ഗൂഢാലോചന IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ ഗുരുതര ആരോപണവും KM എബ്രഹാം ഉയർത്തിയിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ആദ്യ ചർച്ചയാകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. ആദ്യം വിശദമായി നമ്മൾ പരിശോധിക്കുന്നതും ഈ വാർത്തയിലേക്കാണ്. ഈ വാർത്തയിൽ വിവരങ്ങൾ നൽകാൻ ഇന്ന് തിരുവനന്തപുരത്തു നിന്നുള്ളത് വിജിൻ വയാന്തോടാണ്. വിജിനിലേക്കാണ് ആദ്യം പോകുന്നത്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അന്ന. വിജിൻ, തിരുവനന്തപുരം ഇന്ന് സജീവമായ വാർത്തകളുടെ ദിവസമാണ്. ലഹരി വ്യാപന തടയുന്നതിന് വേണ്ടി സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ചർച്ചകൾ ഒക്കെ വരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ KM എബ്രഹാമിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ നമ്മുടെ വാർത്തകൾ ആദ്യം ഇടം പിടിക്കുന്നത്. KM എബ്രഹാമിൻ്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജോമോൻ പുത്തൻപുരയ്ക്കൽ കൊടുത്ത പരാതികളിൽ ഉള്ളതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ജോമോൻ പുത്തൻപുരയ്ക്കലിന് ഇതിലുള്ള ലക്ഷ്യം എന്താണ് എന്നാണ് KM എബ്രഹാമിന്റെ ആരോപണം. എന്താണ് അദ്ദേഹത്തിന്റെ നീക്കം? അന്ന, തീർച്ചയായും അന്ന സൂചിപ്പിച്ചതുപോലെ ഇന്ന് തിരുവനന്തപുരത്ത് ഒരുപാട് പ്രധാന വാർത്തകൾ ഉള്ള ദിവസം കൂടിയാണ്. അതിൽ ഒന്ന് പ്രധാനമായും ഈ ലഹരി വ്യാപനം തടയുന്നതുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗവും ഒപ്പം തന്നെ മതമേലധ്യക്ഷന്മാരുടെ യോഗവും മുഖ്യമന്ത്രി ഓൺലൈനായി ചേരുകയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ. ഒപ്പം തന്നെ ചലച്ചിത്ര അവാർഡ് വിതരണമുണ്ട്. KM എബ്രഹാം ഇന്നലെ നൽകിയ കത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഒക്കെ പോകാൻ ഉണ്ട്. ഒപ്പം തന്നെ മുതലപ്പുഴയിൽ 2 ദിവസമായി തുടരുന്ന വലിയ തരത്തിലുള്ള പ്രതിഷേധവും CITU നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട് മന്ത്രിതല സമിതി ഇവരുമായി ചർച്ച നടത്തുന്നുണ്ട്. അതും രാവിലെയാണ് നടക്കുക. മന്ത്രി V ശിവൻകുട്ടിയും ഒപ്പം തന്നെ സജി ചെറിയാനുമാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉൾപ്പെടെ കാണേണ്ടതുണ്ട്. മുതലപ്പുഴയിലെ മണൽ നീക്കുന്നതുമായി ബന്ധപ്പെട്ട എത്രയും പെട്ടെന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. എന്തായാലും ഈ KM എബ്രഹാമിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമാക്കിയാൽ, ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത് KM എബ്രഹാം നൽകിയിരിക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയാണ് കിഫ്ബിയുടെ CEO കൂടിയായ KM എബ്രഹാം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടി എത്തിക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് KM എബ്രഹാം പ്രധാനമായും ഇക്കാര്യത്തിൽ കത്തിൽ ആവശ്യപ്പെടുന്നത്. അതിൽ IAS ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു അന്വേഷണം വേണമെന്ന കാര്യവും KM എബ്രഹാം ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. 2005 മുതൽ ആണ് ഇക്കാര്യത്തിൽ ഗൂഢാലോചന ആരംഭിച്ചത് എന്ന കാര്യവും കത്തിൽ വ്യക്തമാക്കുന്നു. അന്ന് UDF ഭരണകാലത്താണ് ഈ ഗൂഢാലോചന നടന്നത്. അന്ന് ഈ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന സമയത്ത് 2 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരുന്ന ഉദ്യോഗസ്ഥർ അവർക്കെതിരായി അഴിമതി കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടാണ് തനിക്കെതിരെ ഗൂഢാലോചന നടന്നത് എന്നാണ് KM എബ്രഹാം കത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ ജോമോൻ പുത്തൻപുരയ്ക്കലും ഈ 2 ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണ്. ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന കാര്യം ആവർത്തിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം വിഷുവുമായി ബന്ധപ്പെട്ട് കിഫ്ബിയിലെ സഹപ്രവർത്തകർക്ക് അയച്ച ആശംസാ സന്ദേശത്തിലും ഇക്കാര്യത്തിലുള്ള നിലപാട് KM എബ്രഹാം വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ, പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തും ഒപ്പം തന്നെ കിഫ്ബി CEO സ്ഥാനത്തും തുടരണമോ എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാം എന്ന കാര്യവും KM എബ്രഹാം ആ കത്തിൽ പറഞ്ഞിരുന്നു, ആശംസാ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലും ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണം എങ്കിൽ ആ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്ത് തീരുമാനവും കൈക്കൊള്ളാം. പക്ഷേ ഈ കാര്യത്തിൽ തനിക്കെതിരായ കേസിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കേസിന് ആസ്പദമായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കടപ്പാക്കടയിൽ ഈ സഹോദരങ്ങളുമായി ചേർന്ന് നിർമ്മിച്ച ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അതാണ് അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ പ്രധാന ആരോപണമായി പരാതിയായി ജോമോൻ പുത്തൻപുരയ്ക്കൽ നിലവിൽ ഹൈക്കോടതിയിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി CBI അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അക്കാര്യത്തിൽ ഉള്ള ഈ KM എബ്രഹാമിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് അത് താനും സഹോദരങ്ങളും ചേർന്ന് നടത്തിയ ഒരു ബിൽഡിംഗ് പണിത അതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ ഒരു കരാർ മാത്രമാണ് താൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനധികൃതമായ സ്വത്ത് സമ്പാദനം ആ ബിൽഡിംഗ് പണിതതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് KM എബ്രഹാം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മറ്റു തരത്തിലുള്ള ഹൈക്കോടതിയിൽ ഉൾപ്പെടെ മറ്റു തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള നിയമോപദേശം ഉൾപ്പെടെ KM എബ്രഹാം തേടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ
ഈ CBI അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നൽകാനുള്ള ഒരു നീക്കത്തിലേക്കും KM എബ്രഹാം കടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ സർക്കാർ തലത്തിൽ തന്നെ തനിക്കെതിരെ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് അത് IAS ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ തന്നെ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിലവിൽ KM എബ്രഹാം ഈ കത്ത് നൽകിയിരിക്കുന്നതും എന്നും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ കേസ് CBIക്ക് വിട്ടതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം CBIക്ക് വിട്ടതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഉണ്ടാക്കാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ അതിനുള്ള നീക്കം നടത്തുന്നതിനിടയിലാണ് ഈ പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാട്ടി. അതായത് 2015 UDF സർക്കാരിൻ്റെ കാലത്താണ് തനിക്കെതിരായ ഈ പരാതിയും ഗൂഢാലോചനയും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്താണ് മുഖ്യമന്ത്രിക്ക് KM എബ്രഹാം നൽകിയിരിക്കുന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. കാരണം നിലവിൽ ഉള്ള ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലുള്ള ഒരു പരാതിയല്ല ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി അടിവരയിട്ട് വ്യക്തമാക്കുന്ന ഒരു കത്ത് തന്നെ എന്ന് പറയാൻ കഴിയും. എന്തായാലും ഇക്കാര്യത്തിൽ KM എബ്രഹാം നിലപാട് വ്യക്തമാക്കുകയാണ്. ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ഹർജിയിൽ നിന്നാണ് ഈ കേസിന്റെ തുടക്കമുണ്ടാകുന്നത്. CBI അന്വേഷണത്തിന് അവസാനം ഉത്തരവുണ്ടാകുന്നു. ഇതിന്റെ നിയമവഴി നാൾ വഴികൾ എങ്ങനെയൊക്കെയായിരുന്നു? രാഷ്ട്രീയമായി ഈ വിഷയം എങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ന്? എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെയൊക്കെ പല ആരോപണങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതിന് ഈ കുടപിടിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെയും BJPയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ 2015 മുതലാണ് ഗൂഢാലോചന നടത്തിയത്. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായത് IAS തലപ്പത്ത് തന്നെയുള്ള അന്ന് ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു KM എബ്രഹാം. ആ ഘട്ടത്തിൽ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവികളായ ഉദ്യോഗസ്ഥർ അവർക്കെതിരെ താൻ അഴിമതി കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് അവർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതിൽ ഈ ജോമോൻ പുത്തൻപുരയ്ക്കലും പങ്കാളിയാണ്. ഇവർ 3 പേരും സംസാരിച്ചതിൻ്റെ ശബ്ദരേഖ തൻ്റെ പക്കൽ ഉണ്ട് എന്ന കാര്യവും വ്യക്തമാക്കുന്നു. ഹൈക്കോടതി ഇക്കാര്യത്തിൽ തൻ്റെ വാദങ്ങൾ ഒട്ടും കേൾക്കാതെയാണ് ഇങ്ങനെയൊരു CBI അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഉത്തരവ് നൽകിയത് എന്നുള്ളതും ആണ് KM എബ്രഹാം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതിനു ശേഷം ഹൈക്കോടതി CBI അന്വേഷണത്തിന് വിട്ടതിന് ശേഷം ആദ്യമായിട്ടുള്ളൊരു പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനം തന്നെ ഈ കത്തിൽ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷുദിനത്തിൽ അയച്ച ആശംസാ സന്ദേശത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാം എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമായിരുന്നു ആ ആശംസാ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ഇതിനെതിരായ ഗൂഢാലോചന, രാഷ്ട്രീയ ഗൂഢാലോചന, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വലിച്ചിഴക്കാനൊരു നീക്കം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കത്താണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉപയോഗപ്പെടുത്താനൊരു നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് IAS തലപ്പത്തുള്ള ഒരു അന്വേഷണം വേണം എന്ന ആവശ്യം KM എബ്രഹാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഹൈക്കോടതിയിലും മേൽക്കോടതികളിലും നിയമപോരാട്ടം തുടരാനുള്ള നീക്കവും KM എബ്രഹാം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നിലവിൽ മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം തേടിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു നിയമോപദേശം ലഭിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ നിയമപോരാട്ടത്തിലേക്ക് പോകാനുള്ള നിയമോപദേശം ലഭിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും CBI അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യമായിരിക്കും KM എബ്രഹാം ഈ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുക. മറ്റൊരു ഭാഗത്ത് സർക്കാർ തലത്തിലുള്ള അന്വേഷണം വേണമെന്നാവശ്യപ്പെടുമ്പോൾ തനിക്കെതിരായ ഗൂഢാലോചന കൂടി പുറത്തു കൊണ്ടുവരണം എന്ന കാര്യമാണ് കത്തിൽ വ്യക്തമാക്കുന്നത്. അന്ന ശരി വിജയൻ.